Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ നേവിക്കാർ അവരാണെങ്കിൽ ആ ലാബ് മുഴുവൻ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം തന്നെ ഇപ്പൊ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ ലുച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി ഒന്നും നോക്കാനില്ല. ആദ്യം അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കപ്പല് അതില്ലാതാക്കണം. അത് തകർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അവരെ പിടിക്കാൻ പറ്റുമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം കക്കുവാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് കപ്പലിന് നേർക്ക് പോകും. ആക്ച്വലി കപ്പലില് നമ്മുടെ പവർഫുൾ സോറോയും ബ്രൂക്കും ഉള്ള കാര്യം അവർക്കറിയില്ല. സോറോ ആണെങ്കിൽ റെസ്റ്റ് എടുത്ത് കൂർക്ക വലിച്ച് ഉറങ്ങുകയാണ്. അതേസമയം ബ്രൂക്ക് അവ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഹായായിട്ട് ഒരു കോഫി കുടിക്കുകയാണ്. അപ്പോഴായിരിക്കും അലാറാം ശബ്ദം അതവൻ കേൾക്കുക. അവനത് എന്താണെന്ന് അറിയാനായിട്ട് പുറത്തേക്ക് വരേണ്ട താമസം ആ കക്കു ഒരു അറ്റാക്ക് യൂസ് ചെയ്യാണ്. എയറിൽ വലിയൊരു ബ്ലേഡ് അതങ്ങനെ ക്രിയേറ്റ് ആയി കപ്പലിന് നേർക്ക് വരും. അടുത്ത നിമിഷം സോറോ ആണെങ്കിൽ ആ പവർ സെൻസ് ചെയ്ത് അവേക്കൻ ആവുകയാണ്. ക്യാഷ്ലായിട്ട് എഴുന്നേറ്റ് പതിയെ വന്ന് അറ്റാക്ക് ബ്ലോക്ക് ചെയ്ത് അവന് നേർക്ക് തന്നെ അയക്കും. കക്കു ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. ഇവിടെ ബ്രൂക്ക് ആ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി എത്തുകയാണ്. സോറോയ്ക്ക് ഇഷ്ടമല്ലാത്തതും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതും അവൻ ഉറക്കത്തിൽ ശല്യം ചെയ്യുക എന്നതാണ്. അതാണ് ഇപ്പൊ കക്കു അവനോട് ചെയ്തത്. സോറോ ആണെങ്കിൽ കക്കുവെ കണ്ട് വണ്ടർ അടിക്കും. കാരണം ഓൾറെഡി കക്കുവും സോറോയായിട്ട് ഒരു തവണ ഏറ്റുമുട്ടിയതാണ്. ഇവിടെ കക്കൂനാണെങ്കിൽ റിവെഞ്ച് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ അവനും ഫൈറ്റ് ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആവും. സോറോ ദേഷ്യപ്പെട്ടു പറയും, ഒരു തവണ നിനക്ക് ഞാൻ അടി കിട്ടിയൊക്കെ തന്നു വിട്ടതാണ്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ എന്റെ അടുത്തേക്ക് തന്നെ വരികയാണല്ലേ. ഓക്കെ, കുഴപ്പമില്ല, ഇത്തവണ നിന്റെ ജീവൻ തന്നെ ഞാൻ എടുക്കുമെന്ന് പറയും. പിന്നെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ പിത്താഗ്രസ് അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ സിസ്റ്റത്തിൽ അവൻ അറിയാവുന്നതെല്ലാം ചെയ്ത് വീണ്ടും ആ ഡോം അത് പതിയെ പതിയെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. പക്ഷെ എന്താ ഓൾറെഡി നേവി ടീമുകൾ പലരും ഇപ്പൊ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഷക്കയാണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ആ നേവിക്കാര് ഇപ്പൊ ലൂഫിയുടെ കപ്പൽ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കക്കുവും സോറോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പോരിഞ്ഞ പോരാട്ടം. ലിലിത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആണെങ്കിൽ ഒരുപാട് സമയമായി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. സോ അവളുടെ വെപ്പൻസ് ഒക്കെ എടുത്ത് അടുത്ത് വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഒക്കെയാണെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യും. യു ആർ അൺബിലീവബിൾ. നിന്നോട് എത്ര തവണ പറഞ്ഞു എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആശാമാര് അവരാണെങ്കിൽ ജ്വല്ലിനെ അന്വേഷിച്ച് അങ്ങനെ ഓടി വരികയാണ്. അപ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ലൂഫിയൻ ടീമിനെ കാണുക. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്ന് ചേർന്നിരിക്കുകയാണ്. അവർ ഹാപ്പി ആയിട്ട് അങ്ങനെ തുള്ളിച്ചാടും. മറ്റുള്ളവരാണെങ്കിൽ ലൂഫിയോട് പറയും, ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നോക്കിക്കാൻ സമയമില്ല. എത്രയും വേഗം ഡോക്ടർ വേഗവും പങ്കിനെ സേഫ് ആക്കി നമ്മുടെ കപ്പലിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. അതല്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാവും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ഓ നോ, നമ്മൾ ഇപ്പോഴല്ലേ എത്തിയേ. ഈ ഒരു ലാബിന്റെ സൗന്ദര്യവും ഇവിടെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടു മതിയായില്ല. ഒരല്പസമയം കൂടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്തുകൂടെ. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ചത്താ മതി. ആമയാണെങ്കിൽ ദേഷ്യപ്പെടും, നീ അത് കാണുന്നില്ലേ? CP0 ടീം അവരിപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ നിസ്സാരക്കാരല്ല. കക്കു ആണെങ്കിൽ സോറോ ആയിട്ട് ഏറ്റുമുട്ടുകയാണ്. എത്രയും വേഗം വേഗ് ഓഫ് പങ്കിനെ സേവ് ചെയ്യണം. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ ജ്വല്ലറി പോണിയെ കുറിച്ച് ചോദിക്കും, നീ അവളെ കണ്ടോ? അവള് ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇത്രയും നേരവും അവളെ അന്വേഷിക്കുകയായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് അവളെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് ലൂഫി വണ്ടർ അടിക്കുകയാണ്. ഓ നോ, എത്രയും വേഗം കണ്ടെത്തണം, അല്ലെങ്കിൽ അവള് തന്നെ ഡോക്ടറിനെ തല്ലിക്കൊല്ലും. ഇതാ ഇവിടെ ജ്വല്ലറി ബോണി അവളാണെങ്കിൽ ഇപ്പൊ ഡോക്ടറിനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ഞ് തല്ലുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അവളോട് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്. ഇതിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം മാത്രം നീ എന്നെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോക്ടറിനോട് ചോദിക്കും, എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എന്റെ പപ്പയെ പഴയതുപോലെ ആക്കി മാറ്റാൻ കഴിയോ? അതിനാള് പറയും, ഒരിക്കലും ഇല്ല. ഇത് കേട്ട ജ്വല്ലറി ബോണി ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് അതെടുത്ത് ആളെ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ച് ആഞ്ഞടിക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു കപ്പൽ കാണിക്കും. ആ കപ്പലിലാണെങ്കിൽ ആരെയോ വെച്ച് എന്തോ ഒരു വലിയ എക്സ്പെരിമെന്റ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ജ്വല്ലറി ബോണി ആണെങ്കിൽ ഇപ്പോ ഡോക്ടറിനെ അന്വേഷിച്ച് ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പിൽ തട്ടി അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. അതുകൊണ്ട് ഡോക്ടറിന് ഒരുപാട് വിഷമം തോന്നും. ആള് പേടിയോട് കൂടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ജ്വല്ലറി ബോണി ആണെങ്കിൽ അതിന് മറുപടി പറയില്ല. ഡോക്ടർ ആണെങ്കിൽ ആളുടെ മെഡിക്കൽ ടീമിനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആക്ച്വലി അവൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവളൊരു ഓസ്കാർ ആക്ടിംഗ് കൊടുത്ത് ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ അവിടേക്ക് വരുത്തിയതാണ്. അവൾ ചാടി എഴുന്നേറ്റ് ആ ഇരുമ്പ് പൈപ്പ് അങ്ങനെ കറക്കിയെടുത്ത് ഡോക്ടർ വേഗ് ഓഫ്
പങ്ങിന്റെ ബോഡിയിൽ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ജെംസ് പോലെ എന്തൊക്കെയോ ചില ജെല്ലീസ് പുറത്തേക്ക് വരും. അത് ആക്ച്വലി ഡോക്ടറിന്റെ ലൈഫ് സ്പാൻ ആണ്. കൊച്ചുമോനെ ഡോക്ടർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൊച്ചു കൊച്ചു ലൈഫ് സ്പാൻ അത് ഇത്തരത്തിൽ അടിച്ച് തെറിപ്പിച്ചു കളയും. ഒരു കാരണവശാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് ജ്വല്ലറി പെണ്ണ് അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് തരാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്തുകൊണ്ടാണ് എന്റെ പപ്പയെ ബാക്ക് ടു നോർമലാക്കി മാറ്റാത്തത്? മാത്രമല്ല എന്തിനു വേണ്ടി അദ്ദേഹത്തെ ഒരു സൈബോർക്കാക്കി മാറ്റി? ആക്ച്വലി ഡോക്ടറിന് അതിനുള്ള ഉത്തരം അവളോട് പറയാൻ കഴിയില്ല. കാരണം കൂമയ്ക്ക് ആള് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ് ഈ രഹസ്യങ്ങൾ അത് ജ്വല്ലറി പെണ്ണിനെ അറിയിക്കില്ല എന്ന്. അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ടാണ് ആൾ ആ കാര്യം പറയാതെ അവളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. ഇതാ കൂമയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ചുമരിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. അവന്റെ ലക്ഷ്യം വീണ്ടും സെലസ്റ്റിയൽ ഡ്രാഗന്റെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് വർക്ക് ചെയ്യുക, സ്ലേവ് ആയിട്ട്, അവരോടൊപ്പം തന്നെ അവന്റെ ലൈഫ് ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യുക എന്നതാണ്. ഇവിടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ഡോക്ടറെ പിടിച്ചു വലിച്ച് പുറഞ്ചാട്ടിക്കും. ഡോക്ടർ ആണെങ്കിൽ അവളുടെ കൈ അങ്ങനെ തട്ടി മാറ്റി അവളോട് ദേഷ്യപ്പെട്ട് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. നിന്റെ പപ്പ ആൾ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. അവന്റെ നിർദ്ദേശപ്രകാരം ഇമോഷൻസ് അത് ഞാൻ എടുത്തു കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും എന്റെ മാത്രം തീരുമാനമായിരുന്നില്ല. അതിന്റെ കാരണം അതൊരു കാരണവശാലും നീ അറിയാൻ പാടില്ല എന്ന് നിന്റെ പപ്പ എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ കാര്യം നീ എന്നിലൂടെ അറിയില്ല. പെണ്ണിനാണെങ്കിൽ അത് കേട്ട് കണ്ടോള് പോവും. പപ്പയെ നിനക്കൊരു സൈബോർഗാക്കി മാറ്റാം. അതിന്റെ കാരണം ഞാൻ അറിയാൻ പാടില്ല അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം നീ പറയണത് മുഴുവൻ പച്ച കള്ളമാണെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും നടന്ന സത്യം അതെനിക്ക് അറിഞ്ഞേ തീരുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ആഞ്ഞടിക്കും. കട്ട് ചെയ്ത ഇവിടെ കൂമയാണെങ്കിൽ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു ചുമരിലേക്ക് വലിഞ്ഞു കയറും. അടുത്ത നിമിഷം ആർമി ഫോഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ കൂമയെ അച്ചരം പൊത്തറ ഷൂട്ട് ചെയ്യാണ്. ഇതാ ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്ങിന്റെ സൈഡിലായിട്ട് ഒരലാം അത് വലിയ ശബ്ദത്തിൽ അടിക്കാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ അലാമിന്റെ ഭാഗത്തേക്ക് ഓടും. അതിന് ഡോക്ടർ വേഗോഫ് പങ്ക് നിലവിളിച്ച് പറയും, ജുവൽ ഒരു കാരണവശാലും നീ അവിടേക്ക് പോകാനായിട്ട് പാടില്ല. പക്ഷെ ജുവൽ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവിടേക്ക് തന്നെ പോവും. ഡോക്ടർ ആണെങ്കിൽ വിളിച്ചു പറയും, നിന്റെ പപ്പയുമായിട്ട് ആ അലാമിന് യാതൊരു ബന്ധവുമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് അതിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. അവൾ ആ ഡോർ തുറന്ന് അകത്തേക്ക് ചാടിക്കയറും. അപ്പൊ അവൾ കാണും അവളുടെ പപ്പ ഉപയോഗിക്കുന്ന ഒരു തരം പവർ അതവിടെ ഒരു റോബോട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഐലാൻഡില് ഒരു കപ്പൽ അങ്ങനെ വമ്പ ഫോഴ്സിൽ ജയന്റ് ഐലാൻഡിലേക്ക് സെയിൽ ചെയ്ത് വരികയാണ്. അത് മറ്റാരുടെയും കപ്പലല്ല, സാക്ഷാൽ യൂസ്റ്റസ് കിഡിന്റെ കപ്പല്. അങ്ങനെ സീൻ കട്ട് ചെയ്ത നേവിയുടെ ആ G-14 ഓഫീസ് കാണിക്കും. അവിടെ ഒരു വൈസ് അഡ്മിറൽ ലേഡി അവളാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു നേവി ഓഫീസറിനെ കോണ്ടാക്ട് ചെയ്ത് പറയും, ചെയ്ത് മറ്റൊരു കാര്യങ്ങളിലും ഞങ്ങളിപ്പോ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പാടില്ല. വേഗോഫ് പങ്ങിന്റെ ഐലാൻഡിൽ ഇപ്പോ ആ 4 എംപറേഴ്സിൽ ഒരാൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ എൽമപ്പോ അവനാണെങ്കിൽ കണ്ണാടി പയ്യനെ ഓർത്ത് പൊട്ടിക്കരയാണ്. അപ്പോഴായിരിക്കും കാർപ്പ് ആൾ അവിടേക്ക് വന്ന് ഇപ്പോ എൽമപ്പോയി വിളിക്കുക. കാർപ്പിനെ കാണേണ്ട താമസം അവൻ നെഞ്ച് തകർന്ന് കണ്ണാടിപ്പയ്യനെ തട്ടിക്കൊണ്ടുപോയ കാര്യം അത് കാർപ്പിനെ അറിയിക്കുകയാണ്. ആ ബ്ലാക്ക് ബിയേർഡ് അവനാണ് കണ്ണാടിപ്പയ്യനെ കൊണ്ടുപോയത്. എത്രയും വേഗം അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കണ്ണാടിപ്പയ്യനെ തിരികെ പിടിക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവന് തന്നെ വലിയ ആപത്താണ്. കാർപ്പാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇപ്പൊ തന്നെ ആ പൈററ്റ് ഐലാൻഡിലേക്ക് പോയി ആ പൈററ്റ്സുകളെ തല്ലിക്കൊന്ന് ബ്ലാക്ക് ബിയേർഡിന്റെ കയ്യിൽ നിന്ന് കണ്ണാടിപ്പയ്യനെ തിരികെ പിടിക്കണം. അത് കേട്ട് നമ്മുടെ എൽമപ്പോ ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.